പക്ഷേ ബ്രോ ട്രേഡ് തുടങ്ങിയിട്ട് 5 കൊല്ലത്തിൽ ഫുള്ളായില്ലേ? മന്ത്ലി എത്ര % റിട്ടേൺ കിട്ടുന്നുണ്ട്? അത് വേരി ചെയ്ത് നിൽക്കണം. അതിപ്പോൾ ഒരു 3% 10% വരെ കിട്ടാറുണ്ട്. ഇതൊന്ന് നോക്കിയാൽ ഞാൻ ഇൻസ്റ്റേ കണ്ടതാണ്. റിസ്ക് ഫ്രീ ആയി ക്രിപ്റ്റോ ട്രേഡ് ചെയ്ത് മന്ത്ലി 10 to 15% അഷ്യൂർ റിട്ടേൺസ് ആണ് അവർ പറയുന്നത്. അത് നോക്കണ്ട ബ്രോ, അത് തട്ടിപ്പായിരിക്കത്തേ ഉള്ളൂ. പിന്നെ ക്രിപ്റ്റോ ട്രേഡ് ചെയ്ത് എത്ര പേര് പൈസ ഉണ്ടാക്കുന്നു? ക്രിപ്റ്റോ വഴി പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റും, പക്ഷെ മന്ത്ലി 10% കൺസിസ്റ്റന്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അത് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. ബ്രോ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം 10% ഗ്യാരണ്ടിയാണ് അവർ പറയുന്നത്. എന്ന് പറയുമ്പോൾ ഒരു വർഷം 120% റിട്ടേൺസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇതിന്റെ ക്യാപിറ്റൽ 2.2 ലക്ഷമായി മാറും. ഒരു 10 വർഷത്തേക്ക് അത് കോമ്പൗണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ റിട്ടേൺസ് കിട്ടാൻ പോകുന്ന 26.5 കോടി രൂപയാണ്. ഇങ്ങനെ എല്ലാവർക്കും കിട്ടുമെങ്കിൽ ബിസിനസ്സൊക്കെ ആൾക്കാർ എന്തിനാണ് ചെയ്യുന്നത്? മാത്രമല്ല ഒരു 10% റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റിസ്ക് ആണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതിൽ BSE, NSE, SEBI എല്ലാം ഉണ്ട്. ക്രിപ്റ്റോയിൽ അതൊന്നുമില്ല. മാത്രമല്ല കൺസിസ്റ്റന്റ് ആയിട്ട് 10% റിട്ടേൺസ് ഒന്നും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ 2% പ്രോഫിറ്റ് ആയിരിക്കും ഒരു മാസം കിട്ടുന്നത്, ചിലപ്പോൾ 2% ലോസ് ആയി മാറുകയും ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ വേറെ എവിടെ ആയിക്കോട്ടെ, നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റിസ്ക്കും ഇല്ലാതെ 10% കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാകാനേ സാധ്യതയുള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ നീ വായിച്ചതല്ലേ പത്രത്തിൽ ക്രിപ്റ്റോയുടെ പേരും പറഞ്ഞ് 100 കോടിയുടെ തട്ടിപ്പ് നടന്ന കാര്യം? ശരിയാ, ഇവരെയാണെങ്കിൽ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചവർക്കൊക്കെ പൈസ കൊടുക്കുന്നത്? നല്ല ബ്രോ ഇതൊക്കെ എങ്ങനെ പഠിച്ചത്? ഞാൻ ഇതൊക്കെ ട്രേഡ് ടോക്സ് വഴിയാണ് പഠിക്കുന്നത്. ട്രേഡ് ടോക്സ് ഫോളോ ചെയ്താൽ മതി ഇതെല്ലാം മനസ്സിലാക്കാം.